ചെറുപുഴ പഞ്ചായത്തിലെ ആറാട്ടുകടവിൽ വീട് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറി കർണാടക വനം വകുപ്പ് തടഞ്ഞ് തിരിച്ചയച്ചു. ഇന്ന് രാവിലെയാണ് ആറാട്ടുകടവിലെ ഇളയടത്ത് മനോജിന്റെ വീടിന്റെ ആവശ്യത്തിന് കൊണ്ടുവന്ന സാധനങ്ങൾ തിരിച്ചെടുപ്പിച്ച് കൊണ്ടുപോയതെന്ന് മനോജ് പറഞ്ഞു. വാഹന ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. നമ്മുടെ അവിടുത്തെ കോളനിയുടെ വീണ് പൊട്ടിപ്പോയി. അപ്പം അത് ഒരു ഷെഡാക്കാന്നുള്ള ഷെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വീടാക്കുന്ന ഒരു ചട്ടക്കല്ല് ഇറക്കണം എന്ന് ഓർത്താണ് ചട്ടക്കല്ലുകാരനെ വിളിച്ചു. പിന്നെ അതിനു മുമ്പ് ഇവരെ ഫോറസ്റ്റുകാരെ വിളിച്ച് അനുവാദം ചോദിച്ചു. അവർ പറഞ്ഞു കൊണ്ടുപോയിക്കോന്നും പറഞ്ഞു. ജമീലക്കാലത്ത് പറഞ്ഞു. ജമീലക്കാലത്ത് ഫോറസ്റ്റ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിപ്പയറിങ് പണിക്കല്ലേ കൊണ്ടുപോയിക്കോന്ന് ജമീലക്കാലത്ത് വിടും ഫോറസ്റ്റ് വിളിച്ചവൻ പറഞ്ഞു. ഇന്ന് രാവിലെ കല്ലും കൊണ്ടുപോയപ്പം കല്ല് കോളനിയിൽ എത്തുന്നു. അന്നേരമൊന്നും കുഴപ്പമില്ല. കല്ല് ഒരു 3/4 അവിടെ ഇറക്കി കഴിഞ്ഞപ്പോഴേക്ക് ഫോറസ്റ്റുകാർ വന്ന് വീണ്ടും അതേ ലോറിയിൽ തന്നെ പിന്നെ അവർ നിരുപാധികം ആ കല്ലും എടുത്ത് തിരിച്ച് ഇവിടെ ഈ ജാഗ എന്ന് പറഞ്ഞ വീട് പോലും കെട്ടാൻ സമ്മതിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ ഡോക്യുമെന്റ്സ് വയ്ക്കുന്നു. ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ നമുക്ക് 70-75 വർഷമായി നമ്മളിവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ പൂർവികന്മാരുള്ള സമയത്ത് ഉള്ള സ്ഥലമാണ്. അപ്പം ഈ ഡോക്യുമെന്റ്സ് എല്ലാം ചോദിച്ചാൽ നമ്മൾ ഇവിടെ പോയി ഇതാക്കും. അതുപോലെ ഇവരുടെ നമ്മൾ തിരിച്ച് ഡോക്യുമെന്റ്സ് വയ്ക്കുമ്പോൾ അവർക്കും അവരിൽ ഡോക്യുമെന്റ്സ് ഇല്ല. പിന്നെ ഇതിൽ തടയേണ്ട ഈ കല്ലോ നമ്മൾ കൊണ്ടുപോകുന്ന തോക്കോ അതുപോലെ ഈ കള്ളത്തടി ആ സാധനങ്ങളോ ഒന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്. ഒരു വീട് വെക്കാനുള്ള കുറച്ച് കല്ല് മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ. അവർ വേറെ നമ്മൾ കള്ളത്തടി കൊണ്ടുപോയി അതുപോലെ തോക്ക് എന്നിവ എന്ന ഒരു ധാരണ വെച്ചാണ് അവർ നമ്മൾ ആ സാധനം തിരിച്ചുവിടുകയും ചെയ്തത്. കേരള കർണാടക തർക്കഭൂമിയാണ് ആറാട്ടുകടവ്. മനോജിന്റെ വീട് തകർച്ചാ ഭീഷണിയിലാണ്. ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് ചെങ്കല്ലെത്തിച്ചത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ജമീല കോളേത്ത്, റോഷി ജോസ്, PJ ജോസ്, PV വിജയൻ എന്നിവർ സ്ഥലത്തെത്തി കർണാടക വനം വകുപ്പുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചതായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ റോഷി ജോസ് പറഞ്ഞു. ഇന്ന് രാവിലെ ആറാട്ടുകടവിലെ ഈ മനോജിന്റെ വീട്, ആ വീട് മൺകട്ടനുണ്ടാക്കിയ പഴയ വീടാണ്. അത് പൊളിഞ്ഞു വീണപ്പോൾ അത് ചെറിയ ചട്ടക്കല്ല് ഉപയോഗിച്ച് അതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോറിയിൽ ഒരു ടെമ്പോയിൽ ചട്ടക്കല്ലുമായി വന്നപ്പോൾ അവിടെ കല്ലിറക്കാൻ വിടാതെ ആ ഇറക്കിയ കല്ല് തിരിച്ചു കയറ്റി ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെ ഒരു നിലപാടെടുക്കുകയുണ്ടായി. അപ്പോൾ വണ്ടിയുടെ ചാവി ഊരിയെടുക്കുകയും അവരെ വല്ലാതെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഈ വാർഡിൻ്റെ മെമ്പറായ ജമീല കോളയത്തും പഞ്ചായത്തിലെ മെമ്പർമാരായ ശ്രീ ജോസും അതുപോലെ തന്നെ വിജയേട്ടനടക്കം ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഫോറസ്റ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ലെറ്റർ, ലീഗലായിട്ടൊരു ലെറ്റർ തരികയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള അനുമതി കൊടുക്കാം. മറ്റു വിഷയങ്ങളൊന്നുമില്ല. അനുമതി ഇല്ലാതെ അവരോട് ചോദിക്കാതെ പോയതുകൊണ്ടാണ് അവർ തടഞ്ഞതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിരുന്നാലും ഈ പാവങ്ങളുടെ കൂടെ അവർ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കൂര ഇത്രയൊക്കെ നിയമത്തിൻ്റെതായ നൂലാമാലകൾ പിടിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് അനുമതി വേഗം കൊടുക്കാം, ആ വാഹനം കടത്തിവിടാനും അവിടെ കല്ലെത്തിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കാമെന്ന് ഫോറസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. റേഞ്ചർ സ്ഥലത്തില്ല, റേഞ്ചർ വിരാജ്പേട്ടയുള്ളത് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു ആ ലെറ്റർ തരുന്ന മുറയ്ക്ക് അതിൻ്റെ അനുമതി കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസം തന്നെ ആ വീട് റിപ്പയറിനുള്ള കല്ല് അവിടെ എത്തിക്കുന്നതിനുള്ള അനുമതി ഈ ഫോറസ്റ്റ് അധികാരികൾ നൽകുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ അറിയിക്കാം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ട്